നമസ്കാരം. നമസ്കാരം. എപ്പോഴും മലയാളികളുടെ ജനപ്രിയ നായകൻ തന്നെയാണ് ദിലീപ്. പക്ഷേ എന്ത് പറയാൻ, നിരാശയായിരുന്നു ഫലം ഒരു സമയമായപ്പോഴേക്കും. ജനപ്രിയനായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്ത് നടി ആക്രമിച്ച കേസ് വരികയും ഒരു വിഭാഗം തന്നെ ദിലീപിനെതിരെ തിരികുകയും ചെയ്ത ഒരു കാലഘട്ടം നമുക്ക് മറക്കാൻ കഴിയില്ല. അത്രയും ഫെമിലിയർ ആയിട്ട് നിൽക്കുമ്പോൾ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വരുത്തുകയും നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരികുകയും ഇപ്പോൾ നടിയുടെ കേസിന് പിന്നാലെ പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ദിലീപ് എന്ന് പറയുന്നത്. കേരളക്കരയാകെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം തന്നെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. അതിന്റെ ഒരു വിധിക്കായി കാത്തിരിക്കുകയാണ് ഇന്ന് കേരളം തന്നെ. അത് ദിലീപ് ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന ആ ഒരു വേളയിൽ തന്നെ ആ ഒരു കേസ് എത്തിയതോട് ദിലീപിന്റെ എല്ലാ ഒരു തിളക്കവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഒരു ഉയർച്ചയിലേക്ക് വരുന്ന ഒരു സമയത്തിൽ തന്നെയാണ്. അതെ, 2017 ഫെബ്രുവരി 17 തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെടുന്നത്. പിന്നീട് കൊട്ടേഷൻ സംഘം ആദ്യം പിടിയിലായ ഒരു കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോൾ ദിലീപിന്റെ പേരും ഉയർന്നു കേൾക്കുകയും പിന്നാലെ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെയായി. പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നതെങ്കിലും പക്ഷെ ചിലർ വളരെ ദിലീപിനെതിരെ തുറന്നടിക്കുകയും പല ദേഷ്യവും ആ സമയത്ത് തീർത്തു എന്ന് നമ്മുടെ സംവിധായകൻ ശാന്തിവിള ദിനേശും അങ്ങനെ നിരവധി പേർ ദിലീപിനെ അനുകൂലിച്ച് സംഭവങ്ങളൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് രംഗത്തെത്തിയതൊക്കെ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ കുറച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികളാണ് ദിലീപ് നൽകിയിട്ടുണ്ടായത്. ഈ ഒരു പിന്നെ ഒരു ആ ജയിലിൽ കടന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് വീണ്ടും ജയിൽ മോചിതനായി എത്തുന്നത്. ആ 85 ദിവസത്തോളം ജയിലിൽ കഴിയുകയും വളരെ വിഷമമേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. എന്തായാലും ഈ അനുകൂലിച്ചെത്തിയവരാരും തന്നെ നടിക്കൊപ്പമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നടിക്കൊപ്പം നിന്നില്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷേ പറയുന്നത് ഇത്ര മാത്രം, കോടതി തെളിയിക്കുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല, തെറ്റുകാരനല്ല എന്നാണ് പറയുന്നത്. അതിന് പകരം ഒരിക്കലും നടിക്ക് എതിരെ ആരും നിന്നിട്ടില്ല എന്നാണ് പലപ്പോഴും പലരും പറഞ്ഞത്. നടി അന്ന് മുതൽ ആരംഭിച്ച നടിയുടെ ഒരു നിയമ പോരാട്ടം 8ാം വർഷത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മലയാള സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൾസ് സുനി ആയിരുന്നു ആ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. മലയാള സിനിമയെയും ഇന്ത്യയെ തന്നെ നടുക്കിയ ആ ഒരു സംഭവത്തിന് ശേഷം മറ്റു ചില നടിമാർക്കും ഇത്തരത്തിലുള്ള പല ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായിട്ട് പല സൂചനകൾ പല കോണുകളിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയൊരു വിഷയമാണ് എത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ സുപ്രധാന ആവശ്യത്തിന് അവസാന ഘട്ടത്തിൽ കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയിൽ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യമാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 7 വർഷം നീണ്ട വിചാരണയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. വിചാരണയ്ക്കിടയിൽ വാദിഭാഗവും പ്രതിഭാഗവും നിരവധി ഹർജികളുമായി മേൽക്കോടതികളെ സമീപിച്ചതോടെയാണ് കേസ് നീണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത്. പ്രതിഭാഗമാണ് കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊണ്ടുൾപ്പെടെ 60ഓളം ഹർജികൾ 8ാം പ്രതിയായി ദിലീപ് മാത്രം നൽകിയിട്ടുമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ കൂടുതൽ വാദം അവതരിപ്പിക്കാനുണ്ടെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതോടെ എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം മറുപടി അറിയിക്കാൻ പ്രതിഭാഗത്തിനും അവസരം ലഭിക്കും. ഈ ഒരു സാഹചര്യത്തിൽ വിചാരണ വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല 2017 ഈ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു കേസ്, അതായത് നടി ആക്രമിക്കപ്പെട്ടത് 2 ദിവസത്തിന് പിന്നാലെ കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനി അറസ്റ്റിലാവുകയും കോടതിയിൽ കീഴടങ്ങാൻ എത്തിയ സുനിയെ നാടകീയമായിട്ടായിരുന്നു പോലീസ് പിടികൂടിയത്. ഈ ഒരു കേസിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇഴ കയറി പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടി. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കോടതിയിൽ ഇങ്ങനെ ഒരു കാര്യം വീണ്ടും പ്രോസിക്യൂഷൻ ഇനി വാദം കേൾക്കാനുണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഹിസ്റ്ററിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇരിക്കുന്നു അല്ലെ. അതെ, സുനി പിടിക്കപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞാണ് നടൻ ദിലീപ് അറസ്റ്റിലാകുന്നതും. ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു നടനെ അറസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ല്ലായിരുന്നോ ശാന്തിവിള ദിനേശ്? ഇപ്പൊ ശാന്തിവിള ദിനേശ് അടുത്തിടെ പറഞ്ഞത് മഞ്ജു വാര്യരായിരുന്നു ഇതിനൊരു തുടക്കം കുറിക്കുന്നതെന്നാണ് അല്ലെ. അതെ, ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് ആയിരിക്കും എന്നുകൂടി ശാന്തിവിള ദിനേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 85 ദിവസത്തോളം ദിലീപിനെ ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ദിലീപിന് ഈ കേസിൽ ജാമ്യം വരെ ഒന്നും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടിയാണ്. ദിലീപാണ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് ഈ കേസ് അടുത്തിടെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷവും പൾസർ സുനി ഇക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തു. മാത്രമല്ല ദിലീപിനെതിരെ ഒരുപാട് വെളിപ്പെടുത്തലുകളും ആ ഒരു സംഭവത്തെ കുറിച്ചൊക്കെ പൾസർ സുനി പറയുകയുണ്ടായി.
അതും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തതുമാണ്. 1.5 കോടി രൂപയ്ക്കാണ് തനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയത് എന്നാണ് സുനി വെളിപ്പെടുത്തിയതും. പിന്നെ 80 ലക്ഷത്തോളം രൂപ ദിലീപ് തനിക്ക് തരാനുണ്ടെന്ന് വരെ പൾസർ സുനി പറയുകയുണ്ടായി. ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണം കുടുംബം തകർത്തതാണ് ദിലീപിന് നടിയോടുള്ള പകയ്ക്ക് കാരണമെന്നാണ് പൾസർ സുനി പറഞ്ഞത്. സംഭവം നടന്ന ദിവസം എല്ലാ കാര്യങ്ങളും ദിലീപ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നും തത്സമയം നടൻ വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നുവെന്നും ഏതാണ്ട് 2 മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത്. പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നൊക്കെ പൾസർ സുനി പറഞ്ഞു. മാത്രമല്ല ഈ വാഹനത്തിൽ വെച്ച് ആക്രമിക്കാൻ പോകുന്ന കാര്യം നടിയെ അറിയിച്ചിരുന്നതായിട്ടും പൾസർ സുനി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും നടി പറഞ്ഞത് ഈ ഒരു പൈസ, അതായത് ദിലീപ് തന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തരാം, എന്നെ ഒന്ന് രക്ഷിച്ചു തരാമോ എന്നാണ് അതിജീവിത ചോദിച്ചത്. പക്ഷേ ആ സമയത്ത് സുനി പറഞ്ഞത് ഇവിടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു സുനി സംസാരിച്ചത്. അതിനുശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളും ഒക്കെ അതിനുശേഷം നടന്ന കാര്യങ്ങൾ. ദൃശ്യങ്ങള് ഇപ്പൊ സമ്മതിച്ചില്ലെങ്കിൽ, സ്വാഭാവികമായ രീതിയിൽ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയിട്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുമെന്നാണ് ആ ഒരു ഭീഷണി പൾസർ സുനി നടത്തിയത്. അപ്പൊ ആ ഒരു വെളിപ്പെടുത്തലും അത് ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യം പോലും അതും നേരിട്ട് പറഞ്ഞതല്ല, ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയപ്പെടുന്നു. കാരണം സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോഴും അതൊരു മാധ്യമപ്രവർത്തകൻ എഴുതാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ഒരു ഭക്ഷണം കഴിക്കുന്ന തനിക്ക് സത്യങ്ങൾ തുറന്നു പറയണം എന്ന കോടതി വിലക്കുണ്ട്. അപ്പൊ പിന്നെ തനിക്ക് പറയാൻ ദിലീപിന് ഇങ്ങനെയൊക്കെ ചെയ്തൂടെ, സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ലെ? അങ്ങനെയാണെങ്കിൽ സത്യങ്ങളൊക്കെ എന്നോ പുറത്തു വന്നേനെ. എന്തുകൊണ്ട് പറ്റിയില്ല, എന്തുകൊണ്ട് സുനിക്ക് മാത്രം അത് കഴിഞ്ഞു എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ സത്യങ്ങൾ ഇതിന്റെ പിന്നിലില്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഒരു ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെന്ന് പണ്ട് തന്നെ ഒരു DIG പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ മുൻ DGP ആയ ആർ ശ്രീലേഖൻ നമുക്കറിയാം. DGP ആർ ശ്രീലേഖ പലപ്പോഴും ദിലീപിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ച് മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളാണ് അതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തനിക്ക് അറിയാമെന്നാണ് ശ്രീലേഖ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായത്. കാരണം ആ പറഞ്ഞതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് ഈ കാര്യം ബോധിപ്പിച്ചിരുന്നുവെന്നും ശ്രീലേഖ പറയുകയുണ്ട്. കാരണം അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, നിഗൂഢതകൾ മറിഞ്ഞിരിപ്പുണ്ട്. പിന്നെ പലപ്പോഴും ഒരു ഫോട്ടോഷോപ്പ് വെച്ചിട്ടാണ് അതിലുള്ള ഫോട്ടോസൊക്കെ ഇപ്പോൾ പോലീസിന്റെ അടുത്തുള്ള ഫോട്ടോസൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ അത് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഖിൽ മാരാർ, അങ്ങനെ നിരവധി പേർ ദിലീപല്ല അത് ചെയ്തതെന്ന് വ്യക്തമാക്കി തന്നെ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞത് ദിലീപ് ഒരിക്കലും കുറ്റക്കാരനാവില്ല, ദിലീപ് പുറത്തു വരും എന്ന് തന്നെ ഉറപ്പിച്ച് തന്നെ അടുത്തിടെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞതും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ദിലീപിന്റെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും പോലീസിന് കൊട്ടേഷൻ കൊടുത്തെന്നുള്ള കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കോടതി വിധി വരുന്നത് വരെ എന്തായാലും ദിലീപ് കുറ്റക്കാരനല്ല. പലരും ദിലീപ് അത് ചെയ്തിട്ടില്ല. ദിലീപിനെ മലയാള സിനിമയിൽ അടുത്തറിയുന്ന ഒരാൾ പോലും പറയുന്നത്, എല്ലാ ആളുകളും പറയുന്നത്, അടുത്തറിയുന്നവർ പറയുന്നത് ദിലീപിന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതായത് ഏത് നടിയാണെങ്കിലും നടനാണെങ്കിലും ആരാണെങ്കിലും ഒരുപാട് പേർ സഹായം ചെയ്തു എന്ന് പറഞ്ഞു വന്നതെന്നല്ലാതെ ദിലീപ് കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ ആരും സംസാരിച്ചിട്ടില്ല. ഇതിൽ ഒരു വിഭാഗം ആളുകൾ മാത്രം ദിലീപിനെതിരെ എന്നും മാധ്യമ ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. പക്ഷേ ഒരിക്കലും അതില് ദിലീപിന് ഒന്ന് എന്താണ് സംഭവിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആരെയും ചർച്ചയ്ക്ക് ഇരുത്തുന്നില്ല എന്നാണ് പലപ്പോഴും ഉയർന്നൊരു വാദം. ശാന്തിവിള ദിനേശ് എപ്പോഴും പറയാറുണ്ട്. മാത്രമല്ല, ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം ആ കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയ ആ സമയത്ത് സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന ഒരാൾ അത് അന്വേഷിക്കണം എന്ന ആ ഒരു മഞ്ജു വാര്യർ എന്ന നമ്മുടെ നടിയുടെ അല്ലെങ്കിൽ ദിലീപിന്റെ മുൻ ഭാര്യ ഇടിവെട്ട് ഡയലോഗ് വരുന്നതെന്ന് പറയുന്നത്. അതോടുകൂടിയാണ് ഈ കേസ് കോടതിയിൽ കേസിൽ ഒരു വഴിത്തിരിവായതും കേസ് കോടതിയിൽ എത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു. അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവരെയൊക്കെ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിവിള ദിനേശ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ വീണ്ടും വാദിക്കണം എന്ന് പറയുമ്പോൾ കേസ് വീണ്ടും നീളാനുള്ള ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇനി? കാരണം കേസ് ഇങ്ങനെ നീണ്ടു. ഇപ്പൊ നേരത്തെ ദിലീപ്
ഹർജികൾ നൽകിയതും അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞത് കേസ് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് സത്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ സത്യങ്ങൾ ഇപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നു. പക്ഷെ ഒരു ദിവസം എല്ലാവർക്കും ഒരു ദിവസം വരും. തന്റെ കുറ്റം എന്താണോ സംഭവിച്ചത് അത് പറയാൻ വേണ്ടി ഒരു ദിവസം നമുക്ക് വരും എന്ന്, അല്ലെങ്കിൽ അത് ആരൊക്കെയായിരുന്നു അതിൽ പങ്കാളികൾ എന്നായിരുന്നു ഒരു ദിവസം വരുന്നു പറയും. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഇനി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും വിധി പറയാനായിട്ട് കാലതാമസം വരികയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ജൂണിൽ വരേണ്ട വിധി ഇപ്പൊ മാറ്റി വീണ്ടും ഇപ്പൊ പ്രോസിക്യൂഷൻ ഇനിയും വാദം കേൾക്കാനുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും നീട്ടുമ്പോൾ അത് വലിയൊരു ഇനിയൊരു ഇടവേളയാണ്. ഇനിയിപ്പോൾ 2040 ഒക്കെ ആകുമ്പോഴേക്ക് കേസ് വരുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. കാരണം അത്രയും സമയമാണ് പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു വിധി, എന്താണ് ഒരു നടി ആക്രമിച്ച കേസിന്റെ വിധി എന്തായിരിക്കും എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. നമുക്ക് വിതുര കേസ് പോലെ ഇനി ആവുമോ എന്നുള്ളതും നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. കാരണം അതറിയാലോ വിതുര കേസിന്റെ കാര്യം. അപ്പം അങ്ങനെ പല കേസുകളും മലയാള സിനിമയിൽ നിരവധി നടിമാർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങളൊക്കെ ഇതിന് പിന്നാലെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ പല നടിമാരും പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംഭവങ്ങൾ പുറത്തു പറഞ്ഞതോടെ ഒരുപാട് അഭിനന്ദനങ്ങൾ. കാരണം ഈ ഒരു ചങ്കുറപ്പ് ഉണ്ടായല്ലോ പുറത്ത് പറയാൻ, അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ഇത്രയും വർഷം മുന്നോട്ട് പോകാൻ ഉള്ള ചങ്കുറപ്പ്. ഒരുപാട് ഭീഷണി വന്നു, അങ്ങനെ വന്നിട്ട് പോലും കോടികൾ മുറക്കിയാണ് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വളരെയേറെ ആളുകളാണ് നടിക്കൊപ്പം നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു കേസിന്റെ വിധി എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. മാത്രമല്ല ഇതിലെ പ്രധാന പ്രതി, ഒന്നാം പ്രതിയായ പൾസർ സുനി പുറത്തു കഴിയുന്നതും ഏറ്റവും വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ മുങ്ങിക്കിടക്കുമ്പോഴും കറക്റ്റായിട്ടൊരു അന്വേഷണം ഇതിൽ നടക്കുന്നില്ലേ എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇനിയും പ്രോസിക്യൂഷൻ വാദം കേൾക്കാനിരിക്കുമ്പോൾ കേസ് ഇനിയും നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും അത് മാത്രമല്ല, ഇനി എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. ഓരോ ദിവസം കഴിയുന്തോറും കോടതിയിൽ ഇങ്ങനെ കേസ് നീണ്ടു പോകുന്നതാണ്. അപ്പൊ ഇത്രയും പെട്ടെന്ന് ഈ കേസിൽ ഒരു തീരുമാനം വരിക മാത്രമല്ല, എന്താണ് വിധി എന്ന് അറിയാനായിട്ടാണ് എല്ലാവരും നോക്കുന്ന വിധി ഉടനെ തന്നെ ഉണ്ടാകും തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.